ഹലോ ഗായ്സ്, ഈ വീഡിയോയിൽ നമ്മൾ 3-phase സർക്യൂട്ട്സിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കോംപ്ലെക്സ് പവർ ഇൻ സൈനുസോയിഡൽ സ്റ്റഡി സ്റ്റേറ്റ് എന്ന ടോപ്പിക്കാണ് കാണാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാം നമ്മൾ എ സി സർക്യൂട്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. സോ എ സി സർക്യൂട്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സൈനുസോയിഡൽ സ്റ്റഡി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് പവറാണ്. ഓക്കെ, സോ സൈനുസോയിഡൽ സ്റ്റഡി സ്റ്റേറ്റിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് പവർ ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ പറയുമ്പം നമ്മൾ വി എം ഐ എം കോസ് ഫൈ, ഓക്കെ, അല്ലെങ്കിൽ എന്താണ് വി ആർ എം എസ് ഐ ആർ എം എസ് കോസ് ഫൈ, ഓക്കെ, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ടേംസാണ് ആക്റ്റീവ് പവർ, അപ്പാരൻറ്റ് പവർ, റിയാക്റ്റീവ് പവർ ആൻഡ് അപ്പാരൻറ്റ് പവർ. ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ വിൽ ബി ഇൻ വാട്ട്സ്, റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ വിൽ ബി ഇൻ വി എ ആർ, ദാറ്റ് ഈസ് വോൾട്ട് ആംപിയർ റിയാക്റ്റീവ്. ആൻഡ് അപ്പാരൻറ്റ് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി വോൾട്ട് ആംപിയർ. ഓക്കെ, സോ ഇതായിരിക്കും ഇതിൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പോസിറ്റീവ് ഇൻ നേച്ചർ, ദാറ്റ് ഈസ് അതൊരു വർക്കിൻ്റെ നേച്ചറിലായിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ഡെലിവേർഡ് ഫ്രം സോഴ്സ് ടു ലോഡ്. സോ ഓൾവേസ് പവർ കൺസ്യൂംഡ് ഓർ പവർ അബ്സോർബ്ഡ് ഓർ പവർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ടേം ആക്റ്റീവ് പവറാണ്. റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നെഗറ്റീവ് ആസ് വെൽ ആസ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, ദാറ്റ് ഈസ് ലോഡ് ടു സോഴ്സും ആൻഡ് സോഴ്സ് ടു ലോഡും പോകുന്നതായിരിക്കും റിയാക്റ്റീവ് പവർ. ആൻഡ് അപ്പാരൻറ്റ് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സമ്മേഷൻ ഓഫ് ദീസ് ടു പവേഴ്സ്. ഓക്കെ, സോ ആക്റ്റീവ് പവറിനെ ഡിനോട്ട് ചെയ്യുന്ന പി, റിയാക്റ്റീവ് പവറിനെ ഡിനോട്ട് ചെയ്യുന്ന ക്യൂ, ആൻഡ് അപ്പാരൻറ്റ് പവറിനെ ഡിനോട്ട് ചെയ്യുന്ന എസ്. ആൻഡ് എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വി ഐ കോസ് ഫൈ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. റിയാക്റ്റീവ് പവറിന് വി ഐ സൈൻ ഫൈ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, വെയർ ഫൈ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് കോസ് ഫൈ? കോസ് ഫൈ ഈസ് ദ പവർ ഫാക്ടർ. കോസ് ഫൈ എന്ന് പറയുന്ന പവർ ഫാക്ടറാണ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആക്റ്റീവ് പവർ ടു അപ്പാരൻറ്റ് പവർ. ഓക്കെ, ആക്റ്റീവ് പവർ ടു അപ്പാരൻറ്റ് പവർ ആണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. സോ കമ്മിങ് ടു ദ 3-phase സർക്യൂട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പവർ എന്ന് പറഞ്ഞാൽ 3 phases ഉള്ളതുകൊണ്ട് ഈച്ച് ഫേസിൻ്റെയും കൂടെ നമ്മൾ യൂസ് ചെയ്യും. ദാറ്റ് ഈസ് 3 ഇൻറ്റു ടോട്ടൽ പവർ, വി ഫേസ്, ഐ ഫേസ്, കോസ് ഫൈ. ഓക്കെ, ആക്റ്റീവ് പവറിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. 3 ഇൻറ്റു വി ഫേസ്, ഐ ഫൈസ്, കോസ് ഫൈ. ഓക്കെ, ഫോർ സ്റ്റാർ കണക്റ്റഡ് എന്താണ് വി ഫേസ് എന്ന് പറഞ്ഞാൽ വി എൽ ബൈ റൂട്ട് 3 ആയിരിക്കും, ലൈൻ വോൾട്ടേജ് ബൈ റൂട്ട് 3. ഫോർ ഡെൽറ്റ കണക്റ്റഡ് ഐ ഫേസ് വിൽ ബി ഐ എൽ ബൈ റൂട്ട് 3. സോ ഈ ഇക്വേഷനിൽ സ്റ്റാറിനാണെങ്കിലും ഡെൽറ്റയ്ക്കാണെങ്കിലും ഏതെങ്കിലും ഒരു ടേം ബൈ റൂട്ട് 3 വരുന്നുണ്ട്. സോ ഇതിനെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ റൂട്ട് 3 വി എൽ ഐ എൽ കോസ് ഫൈ എന്നുള്ള ഇക്വേഷനിലേക്ക് എത്തും. ഓക്കെ, സോ ആക്റ്റീവ് പവർ ബോത്ത് ഫോർ ഡെൽറ്റ ആസ് വെൽ ആസ് സ്റ്റാർ. ഓക്കെ, ബാലൻസ്ഡ് ലോഡിൻ്റെ കേസ് മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ, ബാലൻസ് ലോഡിൽ നമ്മൾ പി ഈസ് ഈക്വൽ ടു റൂട്ട് 3 വി എൽ ഐ എൽ കോസ് ഫൈ ആയിരിക്കും. ഓക്കെ, Now,
Reactive power Q is equal to 3 into V phase, I phase, sin phi. സോ ഇവിടെയും നമ്മൾ സ്റ്റാറിൻ്റെയും ഡെൽറ്റയുടെയും കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് √3 VL IL sin phi എന്ന് കിട്ടും. ആൻഡ് S is equal to apparent power ആണ് അല്ലേ. സോ √3 VL IL എന്ന് കിട്ടും. ഓക്കെ, സോ ദീസ് ആർ ദ ഇക്വേഷൻസ്. ഓക്കെ, സോ റിയാക്റ്റീവ് പവർ, അപ്പാരൻറ്റ് പവർ, അതുപോലെ തന്നെ ആക്റ്റീവ് പവർ. ഓക്കെ, ഇനിയും സ്റ്റാർ ടു ഡെൽറ്റ, ഡെൽറ്റ ടു സ്റ്റാർ കണക്ഷൻസ് ഉണ്ട്. സ്റ്റാർ ടു ഡെൽറ്റ ആൻഡ് ഡെൽറ്റ ടു സ്റ്റാർ. ഓക്കെ, സോ സ്റ്റാറിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റയുടെ ഇമ്പിഡൻസ് ബൈ 3 ആയിരിക്കും. ഓക്കെ, സോ ഇഫ് വി ഹാവ് Z delta, Z delta and Z delta. സോ ഈ ഒരു ഡെൽറ്റ കണക്ഷനെ എനിക്ക് സ്റ്റാർ ആക്കണമെങ്കിൽ ഓക്കെ, പിന്നെ എനിക്ക് ഇസഡ് വൈയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇസഡ് വൈ വിൽ ബി ഈ ഇസഡ് ഡെൽറ്റ ബൈ 3 ചെയ്യുന്നതായിരിക്കും ഓരോ ഇസഡ് സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, സിമിലർലി തിരിച്ചു ആക്കാം. ഇസഡ് വൈ ഇൻറ്റു 3 ചെയ്താൽ ഇസഡ് ഡെൽറ്റ കിട്ടും. ഓക്കെ, സോ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തന്നിരിക്കുന്ന സ്റ്റാറിനെയോ ഡെൽറ്റേനെയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇമ്പിഡൻസസിനെ ഈ രീതിയിലായിരിക്കണം മാറ്റേണ്ടത്. അതുപോലെ തന്നെ പവറിനും ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് പി ഓഫ് പവർ ഓഫ് സ്റ്റാർ എന്ന് പറയുന്നത് ഈക്വൽ ടു പവർ ഓഫ് ഡെൽറ്റ ബൈ 3 ആയിരിക്കും. ഓക്കെ, സോ സെയിം സർക്യൂട്ടിൽ സെയിം ഡെൽറ്റ ഇമ്പിഡൻസ് ലോഡ് ഉള്ളപ്പോൾ സ്റ്റാറിൻ്റെ പവർ എന്ന് പറയുന്നത് ഡെൽറ്റയുടെ പവർ ബൈ 3 ആയിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ഡു അവർ പ്രോബ്ലംസ്. സോ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് തന്നത്. ആൻഡ് ഡയറക്റ്റ്ലി വി ക്യാൻ മൂവ് ടു ദ ഈക്വൽ ഇമ്പിഡൻസ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഇമ്പിഡൻസ് പ്രോബ്ലംസിലേക്ക് നമുക്ക് കടക്കാം. See you in the next video. Bye.